IPL കൗണ്ട് ഡൗൺ ആരംഭിക്കുകയായി. മാർച്ച് അവസാനത്തോടെ T20 ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പൂരത്തിന് കൊടിയേറും. ഈ വർഷം ഉറ്റുനോക്കാവുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. എല്ലാ IPL അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കംബാക്ക് ഓഫ് MS ധോണി. അത് കിരീടം ഡിഫെൻഡ് ചെയ്യാൻ കൂടിയാകുമ്പോൾ ആവേശം ഇരട്ടിയാകും. തന്റെ അവസാന സീസണാകും ഇതെന്ന സൂചന ധോണി നൽകിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇന്ത്യ വേൾഡ് കപ്പ് കൈവിട്ടപ്പോൾ മുഴങ്ങിയതും ധോണിയുടെ പേര് തന്നെയായിരുന്നു. 6ാം കിരീടത്തിനായി തല വീണ്ടും ഇറങ്ങുമ്പോൾ ഇത്തവണ മികച്ച സ്ക്വാഡും കൂട്ടിനുണ്ട്. ചെന്നൈക്കൊപ്പം തന്നെ മുംബൈ ഇന്ത്യൻസും പുതിയ അധ്യായത്തിന് തുടക്കമിടുകയാണ്. രോഹിത്തിൽ നിന്ന് ഹർദിക്കിലേക്ക് മുംബൈയുടെ കേന്ദ്രം മാറുകയാണ്. കളി രീതിയിലും അപ്രോച്ചിലും പ്രകടമായ വ്യത്യാസം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. 2 തട്ടിലായ ആരാധകരെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന വലിയ ജോലി കൂടി ഇത്തവണ മുംബൈക്കുണ്ട്. അതിനൊപ്പം മോശം ഫോമിനും അവസാനം കാണണം. ഈ സാല കപ്പ് നംദേ. അത് അടുത്ത വർഷവും പറയാൻ ഇടയാക്കില്ല എന്ന വാശിയുമായി RCBയും അവരുടെ ഫാൻസും. 2016 ശേഷം ഒരു മികച്ച സീസൺ അവർക്കുണ്ടായിട്ടില്ല. ബൗളിംഗ് നിരയെ വീണ്ടും ഉടച്ചു വാർത്തു. ചിന്നസ്വാമിയിൽ ഏത് കൊലകൊമ്പനുണ്ടായിട്ടും കാര്യമില്ല എന്നതാകും കാരണം. മികച്ച ഫോമിലുള്ള മാക്സി, ഗ്രീൻ, കോഹ്ലി എന്നിവരിലാണ് പ്രതീക്ഷ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവാണ്. 3 ഫോർമാറ്റിലും പന്തിനെ ഇന്ത്യ മിസ് ചെയ്യുന്നുണ്ട്. T20 വേൾഡ് കപ്പും ഓസ്ട്രേലിയൻ ടൂറുമൊക്കെ വരാനിരിക്കെ താരം തിരിച്ചു വരേണ്ടത് അത്യാവശ്യവുമാണ്. അതിനുള്ള ആദ്യ കടമ്പയാകും IPL. പന്തിന്റെ ഫിറ്റ്നസും ഫോമും ഇഴകീറി പരിശോധിക്കപ്പെടും. ഒപ്പം DC-യുടെ ക്യാപ്റ്റൻസി ചുമതല കൂടിയുണ്ട്. താരലേലത്തിൽ സജീവമായി തന്നെ പന്തുണ്ടായിരുന്നു. ഇനി ഗ്രൗണ്ടിലെ ജോലിയാണ് ബാക്കി. റിട്ടയർമെന്റിനു ശേഷവും ഇത്രയും വിവാദങ്ങളിൽപ്പെട്ട മറ്റൊരു കളിക്കാരനുണ്ടാവില്ല. പറഞ്ഞു വരുന്നത് ഗൗതം ഗംഭീറിനെ കുറിച്ചാണ്. ഇത്തവണ ഒരു കൂടുമാറ്റം ഗംഭീർ നടത്തി. LSG മെന്ററായിരുന്ന ഗൗതി ഇപ്പോൾ KKR ക്യാമ്പിലാണ്. 2011 മുതൽ 18 വരെ KKRന്റെ നട്ടലായിരുന്നു ഗംഭീർ. തന്റെ പാഷൻ ഇപ്പോഴും അണയാതെ നിർത്താൻ ഗംഭീറിനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊൽക്കത്ത അയാളെ തിരികെ എത്തിച്ചതും. സംഭവ ബഹുലമാകും ഇത്തവണയും IPL. നിങ്ങൾ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ കമന്റ് ചെയ്യൂ.